നിങ്ങളൊരു കിവി യൂസർ ആണെങ്കിൽ കിവി പ്ലാറ്റ്ഫോമിൽ കിവിയുടെ ഒരു മൊബൈൽ ആപ്പിൽ പുതിയ കുറച്ച് ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ വന്നതായിട്ട് കാണാനായിട്ട് സാധിക്കും. പ്രത്യേകിച്ച് നമുക്ക് നോ കോസ്റ്റ് EMI 3 മാസത്തെ നോ കോസ്റ്റ് EMI അത് കുറച്ചുകൂടി സിംപ്ലിഫൈഡ് ആക്കിയിട്ടുണ്ട്. അതുപോലെ തന്നെ നമുക്ക് ഒരു ട്രാൻസാക്ഷൻ ഒരു മർച്ചൻ്റ് UPI ട്രാൻസാക്ഷൻ നടത്തിയ ശേഷവും ആ ഒരു ട്രാൻസാക്ഷൻ എലിജിബിൾ ആണെങ്കിൽ നമുക്കത് EMI ആയിട്ട് കൺവേർട്ട് ചെയ്യാനായിട്ട് സാധിക്കും. അങ്ങനെ കുറച്ച് ഓപ്ഷൻസും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ ഈ ഫീച്ചേഴ്സൊക്കെ വൈഡായിട്ട് ഉപയോഗിക്കാനുള്ള സാധ്യതയുണ്ട്. പക്ഷേ അതുമായി ബന്ധപ്പെട്ട് അറിഞ്ഞിരിക്കേണ്ട കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്. ഹിഡൻ ആയിട്ട് വരുന്ന കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്. എൻ്റെ പേഴ്സണൽ കുറച്ച് എക്സ്പീരിയൻസും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളാണ് ഈ ഒരു വീഡിയോയിലൂടെ കവർ ചെയ്യുന്നത്. വെൽക്കം ടു അനദർ വീഡിയോ. വീഡിയോയിലേക്ക് കടക്കുന്ന മുമ്പ് വിവിധ ബാങ്ക് അക്കൗണ്ടുകളെ പറ്റിയും കാർഡുകളെ പറ്റിയും കൂടുതലായിട്ട് അറിയാനും അപ്ലൈ ചെയ്യാനും വിസിറ്റ് fino360.com, ആമസോൺ, ഫ്ലിപ്കാർട്ട് പോലുള്ള ഇ-കോമേഴ്സ് പ്ലാറ്റ്ഫോമുകളിൽ വരുന്ന ഓഫർ അപ്ഡേറ്റ് ടെലിഗ്രാമിൽ കിട്ടാനായിട്ട് ജോയിൻ എൻ്റെ ഓഫർ ടെലിഗ്രാം ചാനൽ. ഫൈനാൻഷ്യൽ ന്യൂസ് അപ്ഡേറ്റ് മലയാളത്തിൽ എല്ലാ ദിവസവും ടെലിഗ്രാം ചാനലിൽ അപ്ഡേറ്റ് ആയിട്ട് ലഭിക്കാനായിട്ട് ജോയിൻ മണി മലയാളം ടെലിഗ്രാം ചാനൽ, ലിങ്ക് ഇൻ ബിലോ. നമ്മളൊരു കിവി യൂസർ ആണെങ്കിൽ കിവി പ്ലാറ്റ്ഫോം വഴി നമുക്കിപ്പോൾ നിലവിൽ നമ്മളുടെ ഏത് ബാങ്കിൻ്റെയും ക്രെഡിറ്റ് കാർഡ് ബില്ലും പേയ്മെൻറ്റും കാര്യങ്ങളൊക്കെ നമുക്ക് പേ ചെയ്യാനായിട്ട് സാധിക്കും. അങ്ങനെ നമ്മൾ ഒരു വട്ടം നമ്മുടെ ക്രെഡിറ്റ് കാർഡ് ഇൻഫർമേഷൻ കാര്യങ്ങളൊക്കെ ഈ ഒരു പ്ലാറ്റ്ഫോമിൽ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ബില്ല് ജനറേറ്റ് ആകുന്ന സമയത്ത് ഈ രീതിയിൽ നമുക്ക് നോട്ടിഫിക്കേഷനും കാര്യങ്ങളൊക്കെ വരും. വളരെ സിമ്പിളായിട്ട് നമുക്ക് അറിയാനായിട്ട് സാധിക്കും ഓരോ കാർഡിലും എത്ര രൂപയാണ് ഡ്യൂ ഉള്ളത്, ഇനി ഡ്യൂ ഡേറ്റിലേക്ക് എത്ര ദിവസം ഉണ്ടെന്നൊക്കെ നമുക്ക് അറിയാം. അതുപോലെ തന്നെ നമുക്ക് പേയ്മെൻറ്റ് ചെയ്യാനും സാധിക്കും. പേ നോ ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ടോട്ടൽ ഡ്യൂ എമൗണ്ട് പേ ചെയ്യണോ അല്ലെങ്കിൽ മിനിമം ഡ്യൂ എമൗണ്ട് പേ ചെയ്യണോ എന്ന് ചോദിക്കും. അല്ലെങ്കിൽ നമുക്കൊരു കസ്റ്റം എമൗണ്ട് എൻ്റർ ചെയ്ത് നമുക്ക് പേയ്മെൻറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. പ്രൊസീഡ് ബട്ടൺ ക്ലിക്ക് ചെയ്തുകൊണ്ട് നമുക്ക് പേയ്മെൻറ്റ് ചെയ്യാം. ഇപ്പോൾ നിലവിൽ ഞാൻ ഈ ഒരു കാർഡ് ബില്ല് വേറെ ഒരു പ്ലാറ്റ്ഫോം വഴി പേ ചെയ്തു. ഇപ്പോൾ ക്രെഡിറ്റ് കാർഡ് ബിൽ പേയ്മെൻറ്റിന് അത്യാവശ്യം ക്യാഷ് ബാക്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. സോ ഞാനിപ്പോൾ ലാസ്റ്റ് പേയ്മെൻറ്റും കാര്യങ്ങളൊക്കെ ചെയ്തത് ക്രെഡിറ്റ് പ്ലാറ്റ്ഫോം വഴിയാണ്. അപ്പോൾ നമ്മളങ്ങനെ വേറെ ഏതെങ്കിലും പ്ലാറ്റ്ഫോം വഴിയാണ് നമ്മൾ പേ ചെയ്തെങ്കിൽ അത് നമുക്ക് ഇവിടെ നോട്ട് ചെയ്യാനായിട്ട് സാധിക്കും. നോട്ട് ചെയ്ത് കഴിഞ്ഞാൽ നോട്ടിഫിക്കേഷൻ ഓട്ടോമാറ്റിക്കായിട്ട് പോകും. ഇപ്പോൾ ഒരു കിവി പ്ലാറ്റ്ഫോമിൽ പുതുതായിട്ട് വന്ന കുറച്ച് ഓപ്ഷൻസ് നോക്കി കഴിഞ്ഞാൽ ഒന്നാമത്തേത് ഇപ്പോൾ വൈഡായിട്ട് ഉപയോഗിക്കാൻ സാധ്യതയുള്ളൊരു ഓപ്ഷനാണ്. നമ്മളെ ക്രെഡിറ്റ് കാർഡ് ഉപയോഗിച്ച് നമുക്ക് ട്യൂഷൻ ഫീസും കാര്യങ്ങളൊക്കെ പേയ്മെൻറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. എഡ്യൂക്കേഷൻ ഫീസ് നമുക്ക് പേയ്മെൻറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. പക്ഷേ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, അതിന് ഫീസ് ആപ്ലിക്കബിൾ ആണ്. നമ്മൾ ട്രാൻസാക്ഷൻ നടന്ന എമൗണ്ടിൻ്റെ 1.8% പ്ലസ് GST ഒരു പേയ്മെൻറ്റ് ഫീസായിട്ട് അവർ ഈടാക്കും. അതുപോലെ തന്നെ ഇപ്പോൾ ഇതിൻ്റെ അകത്ത് ഇവർ 45 ഡേയ്സ് ഇൻട്രസ്റ്റ് ഫ്രീ പീരീഡും കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. അത് നമ്മുടെ ക്രെഡിറ്റ് കാർഡിൻ്റെ ബിൽ ഡേറ്റ് അനുസരിച്ചിരിക്കും. ഇപ്പോൾ നിങ്ങളുടെ ക്രെഡിറ്റ് കാർഡ് ബില്ല് ജനറേറ്റ് ആകുന്നതിൻ്റെ തലേ ദിവസമാണ് പേ ചെയ്യുന്നതെങ്കിൽ ഈ ഒരു 45 ഡേയ്സ് കിട്ടില്ല, ഒരു 15 മുതൽ 18 ദിവസം വരെ കിട്ടുകയുള്ളൂ. സോ അങ്ങനെയാണ് അത് വർക്ക് ചെയ്യുന്നത്. പലരും തെറ്റിദ്ധരിച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ ആ ഒരു കാര്യം ഓർക്കുക. അതേപോലെ തന്നെ നോട്ട് ഡൗൺ ചെയ്യേണ്ട മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഇപ്പോൾ നമ്മൾ തേർഡ് പാർട്ടി ആപ്പുകൾ വഴി എഡ്യൂക്കേഷണൽ പേയ്മെൻറ്റ് ചെയ്യുന്ന സമയത്ത് പല ക്രെഡിറ്റ് കാർഡ് ഇഷ്യൂസും HDFC ബാങ്ക് ആണെങ്കിലും SBI കാർഡ്സ് ഒക്കെ ആണെങ്കിലും ഒരു അഡീഷണൽ സർവീസ് ഫീസ് ഈടാക്കുന്നുണ്ട്. സോ ഇവിടെ ഒരു 1.8% ഫീസ് കൊടുക്കണം. അതുകൂടാതെ നിങ്ങളുടെ കാർഡ് ഇഷ്യൂ ചെയ്ത ബാങ്കിനും നിങ്ങളൊരു അഡീഷണൽ ഒരു ട്രാൻസാക്ഷൻ ഫീസ് കൊടുക്കേണ്ടതായിട്ട് വരും. സോ 2 ഫീസ് കൊടുക്കേണ്ടതായിട്ട് വരും. സോ ആ ഒരു കാര്യം കൂടി ഓർക്കുക. പിന്നെ ഉള്ള മറ്റൊരു ഫീച്ചറാണ് നോ കോസ്റ്റ് EMI. നമുക്ക് 100% ക്യാഷ് ബാക്ക് എന്നൊക്കെ പറഞ്ഞ് കാണാനായിട്ട് സാധിക്കും. ഏത് മർച്ചൻ്റ് ആണോ അതിൻ്റെ ഒരു പേയ്മെൻറ്റ് ചെയ്യാനായിട്ട് കിവി പ്ലാറ്റ്ഫോം ഉപയോഗിച്ച് നമ്മളുടെ ഇപ്പോൾ ക്ലിക്ക് കാർഡ്, ഇപ്പം ഞാൻ ഉപയോഗിക്കുന്ന യെസ് ബാങ്കിൻ്റെ ക്ലിക്ക് കാർഡാണ്. അപ്പോൾ അത് ഉപയോഗിച്ച് പേയ്മെൻറ്റ് ചെയ്യുക. പേയ്മെൻറ്റ് ചെയ്യുന്ന സമയത്ത് നമുക്ക് EMI ആണോ അല്ലെങ്കിൽ ഫുൾ പേയ്മെൻറ്റ് ആണോ എന്ന് സെലക്ട് ചെയ്യാനായിട്ട് സാധിക്കും. എന്നിട്ട് അത് സെലക്ട് ചെയ്ത് നമുക്ക് പേയ്മെൻറ്റ് ചെയ്യാം. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് വരുന്ന ചാർജും കാര്യങ്ങളൊക്കെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ ഒരു കാൽക്കുലേറ്റർ കൊടുത്തിട്ടുണ്ട്. നമുക്ക് മിനിമം ട്രാൻസാക്ഷൻ എമൗണ്ട് വരുന്നത് 2000 രൂപയാണ്. മിനിമം 2000 രൂപയുടെ പർച്ചേസാണ് നമുക്ക് EMI ആയിട്ട് കൺവേർട്ട് ചെയ്യാനായിട്ട് സാധിക്കുക. മാക്സിമം നമുക്ക് അങ്ങനെ 1 ലക്ഷം രൂപ വരെ നമുക്ക് കൺവേർട്ട് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് വരുന്ന ചാർജ് നോക്കിക്കഴിഞ്ഞാൽ ഇപ്പോൾ 2000 രൂപ നിങ്ങൾ 2000 രൂപയുടെ ഒരു ട്രാൻസാക്ഷൻ EMI ആയിട്ട് കൺവേർട്ട് ചെയ്യുന്നത് എന്ന് കരുതുക. 2000 രൂപയ്ക്ക് നിങ്ങൾ മാസം അടയ്ക്കേണ്ടി വരുന്നത് 667 രൂപ വെച്ചാണ്. ഇൻട്രസ്റ്റ് അവിടെ 0 ആണ്. പക്ഷേ പ്രോസസ്സിംഗ് ഫീസ് 249 രൂപ നമ്മൾ കൊടുക്കേണ്ടതായിട്ട് വരും. പ്രോസസ്സിംഗ് ഫീസ് 249 രൂപ പ്ലസ് GST കൊടുക്കണം. സോ എന്തായാലും അവിടെ ആ ഒരു അഡീഷണൽ ചാർജ് വരും. ഈ ഒരു കാൽക്കുലേറ്റർ ഉപയോഗിച്ച് നമുക്കത് അഡ്ജസ്റ്റ് ചെയ്ത് ഓരോ എമൗണ്ടിനും എത്ര രൂപ EMI വരുമെന്ന് കാണാനായിട്ട് സാധിക്കും. പക്ഷേ ഇതിൻ്റെ കേസിൽ, ഈ ഒരു കിവിയുടെ കേസിൽ നമുക്ക് 3 മാസത്തേക്കാണ് നോ കോസ്റ്റ് EMI കിട്ടുന്നത്. ഈ കിവിയിൽ നോ കോസ്റ്റ് EMI വർക്ക് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ, നമ്മൾ ഇങ്ങനെ നോ കോസ്റ്റ് EMI ഇടുന്ന സമയത്ത് ഇവിടെ ഇൻട്രസ്റ്റ് എത്ര രൂപയാണ് വരുന്നത്, ഇൻട്രസ്റ്റ് നമുക്ക് ക്യാഷ് ബാക്ക് ആയിട്ട് കിട്ടും. അത് നമുക്ക് കിവി കോയിൻസ് ആയിട്ട് കിട്ടും, നമുക്ക് റെഡീം ചെയ്യാം. എന്നിട്ട് നമുക്ക് ബില്ല് വരുന്ന സമയത്ത് ആ ഒരു ഇൻട്രസ്റ്റ് ആഡായിട്ട് വരും. അതായത് അപ്ഫ്രണ്ട് ആയിട്ട് ആദ്യം തന്നെ നമുക്ക് വരുന്ന ഇൻട്രസ്റ്റ് നമുക്ക് ക്യാഷ് ബാക്ക് ആയിട്ട് നൽകിയിട്ട് EMI വരാൻ നേരത്തെ ഇൻട്രസ്റ്റ് വരും. പക്ഷെ നോട്ട് ചെയ്യേണ്ട ഒരു കാര്യം, ഇങ്ങനെ നമ്മുടെ EMI എമൗണ്ട് ഓരോ ബില്ലിലും വരുമ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ ഇൻട്രസ്റ്റ് വരും. അതിൻ്റെ കൂട്ടത്തിൽ ഇൻട്രസ്റ്റിൻ്റെ GST കൂടെ ആഡായിട്ട് വരും. സോ എങ്ങനെ പോലും അഡീഷണൽ ആയിട്ട് നമ്മൾ കുറച്ച് എമൗണ്ട് നമ്മൾ കൊടുക്കേണ്ടതായിട്ട് വരും, നോ കോസ്റ്റ് EMI എന്ന് പറഞ്ഞാൽ കൂടി. പിന്നെ വൈകാതെ നമുക്ക് ഹോട്ടൽ ബുക്കിങ്ങിനും അതുപോലെ തന്നെ ഫ്ലൈറ്റ് ബുക്കിങ്ങിനൊക്കെ നമുക്ക് ഈ രീതിയിൽ നോ കോസ്റ്റ് EMI വരുമെന്നാണ് കാണാനായിട്ട് സാധിക്കുന്നത്. അങ്ങനെ വരുന്ന സമയത്ത് നമുക്ക് ഇപ്പോൾ ട്രാവലേഴ്സൊക്കെ ആണെങ്കിൽ ഹോട്ടൽ ബുക്കിങ്ങിനും ഫ്ലൈറ്റ് ബുക്കിങ്ങിനൊക്കെ നമുക്ക് നോ കോസ്റ്റ് EMI അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കും 3 മാസത്തേക്ക്. ഇപ്പോൾ നമുക്ക് സ്ലൈസിൻ്റെ സൂപ്പർ കാർഡിലും ഈ പറഞ്ഞ രീതിയിൽ 3 മാസത്തേക്ക് സ്പ്ലിറ്റ് ആയിട്ട് നമുക്ക് പേയ്മെൻറ്റ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. പക്ഷേ സ്ലൈസിൻ്റെ സൂപ്പർ കാർഡ് ആണെങ്കിൽ അത് കുറച്ചുകൂടി എഫക്റ്റീവാണ്. അതിൻ്റെ അകത്ത് നമുക്ക് അഡീഷണൽ ആയിട്ട് 1 രൂപ പോലും എക്സ്ട്രാ വരുന്നില്ല.
വരുന്നില്ല, നമുക്ക് പ്രോസസ്സിംഗ് ഫീസ് വരുന്നില്ല, അതുപോലെ തന്നെ ഇൻട്രസ്റ്റ് നമുക്ക് വരുന്നില്ല, ഇൻട്രസ്റ്റിൻ്റെ GST ഒന്നും ആഡായിട്ട് വരുന്നില്ല. നിങ്ങളിപ്പോൾ ഒരു 50,000 രൂപയാണ് നിങ്ങൾ EMI ഇടുന്നതെങ്കിൽ ആ 50,000 രൂപയായിരിക്കും നിങ്ങൾ 3 മാസം കൊണ്ട് റീപേ ചെയ്യുന്നത്. 1 രൂപ പോലും എക്സ്ട്രാ കൊടുക്കേണ്ടതായിട്ട് വരുന്നില്ല. പക്ഷേ ഇവിടെ അങ്ങനെയല്ല. ഇവിടെ നമുക്ക് ഇൻട്രസ്റ്റ് നമുക്ക് പേ ചെയ്ത് കിട്ടും, പക്ഷേ ഇൻട്രസ്റ്റിൻ്റെ GST വരും, അതുപോലെ തന്നെ പ്രോസസ്സിംഗ് ഫീസും ആപ്ലിക്കബിൾ ആണ്. ഇനി ഇതുമായി ബന്ധപ്പെട്ട് വരുന്ന ടേംസ് ആൻഡ് കണ്ടീഷൻ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് 3 മാസത്തെ EMI ആണ് നമുക്ക് നോ കോസ്റ്റ് EMI ആയിട്ട് കിവിയിൽ കിട്ടുന്നത്. അങ്ങനെ 3 മാസത്തേക്ക് നമ്മൾ നോ കോസ്റ്റ് EMI ഇടുന്ന സമയത്ത് ഇൻട്രസ്റ്റ് വരുന്നത് എത്രയാണോ അത് 100% അല്ലെങ്കിൽ 2,500 രൂപ ഏതാണോ ലോവർ ആ ഒരു എമൗണ്ട് നമുക്ക് ക്യാഷ് ബാക്ക് ആയിട്ട് നമുക്ക് റിട്ടേൺ ചെയ്ത് കിട്ടും. അതായത് കിവി ആയിട്ട് കിട്ടും. കിവി നമുക്ക് റിഡീം ചെയ്ത് ക്യാഷ് ബാക്ക് ആയിട്ട് അക്കൗണ്ടിലേക്ക് എടുക്കാനായിട്ട് സാധിക്കും. എന്നിട്ട് ബില്ല് വരുന്ന സമയത്ത് നമ്മൾ EMI എമൗണ്ട് ഇൻട്രസ്റ്റിൻ്റെ GST ആഡായിട്ട് വരും. പിന്നെ പ്രോസസ്സിംഗ് ഫീസ് ആപ്ലിക്കബിൾ ആണ്. മാക്സിമം ട്രാൻസാക്ഷൻ വാല്യൂ എലിജിബിൾ ആയിട്ടുള്ളത് 1,00,000 രൂപ വരെയാണ്. ഇനി നമുക്ക് 3 മാസത്തിൽ കൂടുതൽ നമുക്ക് EMI ഇടാനായിട്ട് സാധിക്കും. അങ്ങനെ EMI ഇടുന്ന സമയത്ത് നമുക്ക് മാക്സിമം 75,000 രൂപ പെർ ട്രാൻസാക്ഷനാണ് നമുക്ക് EMI ഇടാനായിട്ട് സാധിക്കുക. അതിന് മുകളിലുള്ള ട്രാൻസാക്ഷൻ ആണെങ്കിൽ നമുക്ക് 3 മാസത്തിൽ കൂടുതൽ EMI ഇടാനായിട്ട് സാധിക്കില്ല. അങ്ങനെ 3 മാസത്തിൽ കൂടുതൽ EMI ഇടുന്ന സമയത്ത് നമുക്ക് നോ കോസ്റ്റ് EMI ആപ്ലിക്കബിൾ അല്ല. നമുക്ക് അപ് ടു 30% ഇൻട്രസ്റ്റ് നമുക്ക് ക്യാഷ് ബാക്ക് ആയിട്ട് റിട്ടേൺ ചെയ്ത് കിട്ടും. ബാക്കി ഇൻട്രസ്റ്റ് ആപ്ലിക്കബിൾ ആണ്. ഇപ്പോൾ ഒരു ഉദാഹരണം നോക്കിക്കഴിഞ്ഞാൽ നമ്മളൊരു 40,000 രൂപ 3 മാസത്തേക്ക് നോ കോസ്റ്റ് EMI ഇടുന്ന സമയത്ത് 16% ഇൻട്രസ്റ്റ് ഒരു 1,071 രൂപ വരും. 1,071 രൂപ നമുക്ക് കിവി ആയിട്ട് ക്യാഷ് ബാക്ക് എന്ന ഫോമിലേക്ക് കിട്ടും. അത് നമുക്ക് ക്യാഷ് ആയിട്ട് അക്കൗണ്ടിലേക്ക് റിഡീം ചെയ്യാം. പക്ഷേ ആദ്യം പറഞ്ഞ പോലെ ഈ ഒരു ഇൻട്രസ്റ്റിൻ്റെ അതായത് 1,071 രൂപയുടെ GST നമ്മൾ കൊടുക്കേണ്ടതായിട്ട് വരും. അത് ബില്ലിൽ ആഡായിട്ട് വരും. ഇനിയിപ്പോൾ 40,000 രൂപ നമ്മൾ 6 മാസത്തേക്കാണ് EMI ഇടുന്നതെങ്കിൽ അത് നോ കോസ്റ്റ് ആയിട്ട് കിട്ടുകയില്ല. 1,887 രൂപയാണ് നമുക്ക് ടോട്ടൽ ഇൻട്രസ്റ്റ് ആയിട്ട് വരുന്നത്. 16% ഇൻട്രസ്റ്റ് എന്ന രീതിയിൽ കാൽക്കുലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ക്യാഷ് ബാക്ക് ആയിട്ട് നമുക്ക് 30% അതായത് അപ് ടു 600 രൂപ കിട്ടും. ബാക്കി ഇൻട്രസ്റ്റ് നമ്മൾ പേ ചെയ്യേണ്ടതായിട്ട് വരും. പിന്നെ പ്രോസസ്സിംഗ് ഫീസ് ആപ്ലിക്കബിൾ ആണ്. പിന്നെ നമ്മൾ ഈ ഒരു EMI ഇട്ട കാലാവധിക്ക് മുമ്പായിട്ട് നമ്മൾ ക്ലോസ് ചെയ്യുന്നെങ്കിൽ ഫോർക്ലോഷർ ചാർജ് ആപ്ലിക്കബിൾ ആണ്. ഔട്ട്സ്റ്റാൻഡിങ് എമൗണ്ട് എത്രയാണോ അതിന് 4% പ്ലസ് GST ആണ് ഫോർക്ലോഷർ ചാർജ് ആയിട്ട് വരുന്നത്. സോ ഇങ്ങനെയുള്ള കുറച്ച് ചാർജുകൾ ഈ ഒരു നോ കോസ്റ്റ് EMI ബന്ധപ്പെട്ട് കിവി പ്ലാറ്റ്ഫോമിൽ വരുന്ന കാര്യം ഓർക്കുക. പിന്നെ പ്രധാനപ്പെട്ട ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ നമ്മളങ്ങനെ എന്തെങ്കിലും EMI കാര്യങ്ങളൊക്കെ ഇട്ട് കഴിഞ്ഞാൽ ആ ഒരു EMI സെപ്പറേറ്റ് മാനേജ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഇതിൻ്റെ അകത്തില്ല. ആ EMIയിൽ എത്ര രൂപ ഔട്ട്സ്റ്റാൻഡിങ് എമൗണ്ട് ഉണ്ട്, എത്ര EMI പെൻഡിങ് ഉണ്ട്, എത്ര രൂപ നമ്മൾ ടോട്ടൽ റീപേ ചെയ്യാനുണ്ട്, അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും നമുക്ക് ട്രാക്ക് ചെയ്യാനായിട്ട് സാധിക്കില്ല. ഓരോ ബില്ല് വരുമ്പോഴും അതിനകത്ത് ആഡായിട്ട് വരുമെന്ന് മാത്രമേ ഉള്ളൂ. അതേസമയം നമുക്ക് സ്ലൈസ് പ്ലാറ്റ്ഫോം ഒക്കെ ആണെങ്കിൽ സ്ലൈസിൽ നമുക്ക് ആ ഒരു സെക്ഷൻ നമുക്ക് മാനേജ് ചെയ്യുന്ന ഒരു ഓപ്ഷൻ ഉണ്ട്. ഇനി എത്ര EMI കൂടി ഉണ്ട് എന്നൊക്കെ നമുക്ക് അറിയാനായിട്ട് സാധിക്കും. ഇവിടെ അങ്ങനെ ഒരു ഓപ്ഷൻ ഇല്ല. അതൊരു വലിയൊരു പോരായ്മയാണ്. പിന്നെ പുതിയതായിട്ട് വന്ന മറ്റൊരു ഫീച്ചറാണ് ഗിഫ്റ്റ് കാർഡ്. നമുക്ക് വിവിധ ബ്രാൻഡുകളിലെ ഗിഫ്റ്റ് കാർഡ് പർച്ചേസ് ചെയ്യാം. അപ്പോൾ അതിന് ചെറിയ രീതിയിൽ ക്യാഷ് ബാക്കും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇപ്പോൾ ആമസോണിൻ്റെ ഗിഫ്റ്റ് വൗച്ചർ 1000 രൂപയുടെ ഗിഫ്റ്റ് വൗച്ചർ പർച്ചേസ് ചെയ്യുമ്പോൾ 0.9% നമുക്ക് ക്യാഷ് ബാക്ക് ആയിട്ട് കിട്ടും. പ്ലസ് ഇപ്പോൾ ആ ഡീൽ അൺലോക്ക് ചെയ്തപ്പോൾ കുറച്ച് ക്യാഷ് ബാക്ക് കൂടി അഡീഷണൽ വന്നു. അങ്ങനെ മൊത്തം 1.15% നമുക്ക് ഒരു ക്യാഷ് ബാക്ക് ആയിട്ട് കിട്ടും. അപ്പോൾ 1000 രൂപയുടെ ഒരു വൗച്ചർ പർച്ചേസ് ചെയ്യുമ്പോൾ നമുക്ക് 11 രൂപ 50 പൈസ ക്യാഷ് ബാക്ക് ആയിട്ട് കിട്ടും. അങ്ങനെ ആ ഒരു എമൗണ്ട് ക്യാഷ് ബാക്ക് ആയിട്ട് കിട്ടുന്നത് കൊണ്ട് തന്നെ എഫക്റ്റീവ് പ്രൈസ് എന്ന് പറയുന്നത് 988 രൂപ 50 പൈസയാണ്. 1000 രൂപ എന്തായാലും നമ്മൾ പേ ചെയ്യണം. നമുക്ക് 11 രൂപ 50 പൈസ ക്യാഷ് ബാക്ക് ആയിട്ടായിരിക്കും കിട്ടുന്നത്. അപ്പോൾ ഇങ്ങനെ നമുക്ക് കുറച്ച് വൗച്ചേഴ്സും കാര്യങ്ങളൊക്കെ പർച്ചേസ് ചെയ്യുമ്പോൾ ക്യാഷ് ബാക്ക് ഓപ്ഷൻ നമുക്ക് പുതുതായിട്ട് ഈ ഒരു കിവിയിൽ വന്നിട്ടുണ്ട്. മിന്ത്രയിലുണ്ട്, സ്റ്റാർബക്സിലുണ്ട്, സൊമാറ്റോയിലുണ്ട്, ഡൊമിനോസിലുണ്ട്, അങ്ങനെ കുറച്ചധികം ബ്രാൻഡുകളിൽ അവൈലബിൾ ആണ്. നമ്മൾ അൺലോക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഒരു ടൈം ഇവിടെ റൺ ആകും. അതിന് മുമ്പായിട്ട് നമ്മളത് റിഡീം ചെയ്യണം. ഇപ്പോൾ സ്റ്റാർബക്സിൽ 500 രൂപയുടെ ഒരു വൗച്ചർ നമ്മൾ പർച്ചേസ് ചെയ്യുമ്പോൾ 10% ക്യാഷ് ബാക്ക്, പിന്നെ ഒരു സർപ്രൈസ് ഉണ്ട്. അൺലോക്ക് ചെയ്ത് കഴിയുമ്പോൾ അത് എത്രയാണെന്ന് വരും. 10% പ്ലസ് 3.8%. അങ്ങനെ മൊത്തം 13.8% ക്യാഷ് ബാക്ക് കിട്ടും. അതായത് 500 രൂപയുടെ ഗിഫ്റ്റ് വൗച്ചർ പർച്ചേസ് ചെയ്യുമ്പോൾ 69 രൂപ ക്യാഷ് ബാക്ക് കിട്ടും. പിന്നെ സൊമാറ്റോ ഉണ്ട്. അപ്പോൾ നിങ്ങൾ ഇതിൽ ഏതെങ്കിലും ബ്രാൻഡിൽ എന്തെങ്കിലും ട്രാൻസാക്ഷൻ ഒക്കെ നടന്ന സമയത്ത് ഇങ്ങനെ വൗച്ചർ പർച്ചേസ് ചെയ്ത് കഴിഞ്ഞാൽ കുറച്ച് ക്യാഷ് ബാക്ക് നമുക്ക് ഈ ഒരു കിവി പ്ലാറ്റ്ഫോം വഴി നേടാനായിട്ട് സാധിക്കും. മേക്ക് മൈ ട്രിപ്പ് ഒക്കെ അവൈലബിൾ ആണ്. അപ്പോൾ ഇത് പുതുതായിട്ട് വന്നൊരു ഓപ്ഷനാണ്. ഫ്ലിപ്കാർട്ട് ഉണ്ട്, നൈക്ക് ഉണ്ട്, സൊമാറ്റോ, ഊബർ, അങ്ങനെ കുറേയധികം ബ്രാൻഡുകൾ ഇതിനകത്ത് അവൈലബിൾ ആണ്. അപ്പോൾ ഇതിലൊക്കെ നിങ്ങൾ ഡെയിലി യൂസ് ചെയ്യുന്ന ഒരു വ്യക്തിയാണെങ്കിൽ വൗച്ചറായിട്ട് പർച്ചേസ് ചെയ്ത് കഴിഞ്ഞാൽ കുറച്ച് ക്യാഷ് ബാക്ക് നേടാം. KFCയും കാര്യങ്ങളൊക്കെ ഉണ്ട്, സൊമാറ്റോ ഉണ്ട്, സബ്വേ ഉണ്ട്, ആമസോൺ പ്രൈം 10% ക്യാഷ് ബാക്ക്, പിന്നെ റിലയൻസ് ഡിജിറ്റൽ, ഭീമ ഗോൾഡ്, കുറേയധികം ബ്രാൻഡുകൾ അവൈലബിൾ ആണ്. ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്യുക. പുതുതായിട്ട് വന്നൊരു ഫീച്ചറാണ്. നമ്മളൊരു ട്രാൻസാക്ഷൻ നടത്തി കഴിഞ്ഞാലും അത് നമുക്ക് EMI ആയിട്ട് കൺവേർട്ട് ചെയ്യാം. നമുക്ക് ഈ ഒരു സെക്ഷനിൽ വന്നു കഴിഞ്ഞാൽ നമുക്ക് കൺവേർട്ട് നൗ എന്ന് പറഞ്ഞൊരു ബട്ടൺ കാണാനായിട്ട് സാധിക്കും. അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ എലിജിബിൾ ട്രാൻസാക്ഷൻ അവിടെ കാണിക്കും. അങ്ങനെ കൺവേർട്ട് ചെയ്യുന്ന സമയത്ത് പ്രോസസ്സിംഗ് ഫീസ് ആപ്ലിക്കബിൾ ആണ്. അതുപോലെ തന്നെ നമുക്ക് ഇൻട്രസ്റ്റ് ആപ്ലിക്കബിൾ ആണ്. നോ കോസ്റ്റ് EMI ആയിട്ട് കൺവേർട്ട് ചെയ്യാനായിട്ട് സാധിക്കില്ല. ഇൻട്രസ്റ്റും കാര്യങ്ങളൊക്കെ ആപ്ലിക്കബിൾ ആണ്. ഇപ്പോൾ ഇവിടെ കൺവേർട്ട് നൗ എന്ന് പറയുന്ന ബട്ടൺ ക്ലിക്ക് ചെയ്യുമ്പോൾ നമ്മളുടെ ആ ഒരു ക്രെഡിറ്റ് കാർഡ് മാനേജ്മെൻറ്റ് സെക്ഷനിൽ വരും. ഇവിടെ നമുക്ക് ഈസി യുവർ ഫിനാൻസ് എന്ന് പറഞ്ഞൊരു സെക്ഷൻ കാണാം. സ്പ്ലിറ്റ് ഇൻ ടു ഈസി മന്ത്ലി പേയ്മെൻറ്റ്സ് അത് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമ്മളുടെ നമുക്ക് എലിജിബിൾ ആയിട്ടുള്ള EMI ആയിട്ട് കൺവേർട്ട് ചെയ്യാൻ എലിജിബിൾ ആയിട്ടുള്ള ട്രാൻസാക്ഷൻ കാര്യങ്ങളൊക്കെ വരും. ഇതൊക്കെ ഞാൻ ഓൾറെഡി പേ ചെയ്തതാണ്, അത് അപ്ഡേറ്റ് ആയിട്ടില്ല. ഔട്ട്സ്റ്റാൻഡിങ് എമൗണ്ട് എല്ലാം എൻ്റെ ക്ലിയർഡ് ആണ്. ഇപ്പോൾ ഉദാഹരണമായിട്ട് ഞാൻ ഈ ഒരു ട്രാൻസാക്ഷൻ ക്ലിക്ക് ചെയ്തു.
കൺവേർട്ട് ടു EMI എന്ന് പറഞ്ഞ ബട്ടൺ ക്ലിക്ക് ചെയ്തു. അപ്പോൾ നമുക്കിവിടെ കാലാവധി തിരഞ്ഞെടുക്കാം. നമുക്ക് 6 മാസം മുതൽ 36 മാസം വരെ നമുക്ക് റീപേയ്മെൻറ്റ് കാലാവധി നമുക്ക് തിരഞ്ഞെടുക്കാനായിട്ട് സാധിക്കും. അതനുസരിച്ച് വരുന്ന EMI എമൗണ്ട്, ഇൻട്രസ്റ്റ് ഒക്കെ നമുക്കിവിടെ കാണാം. ഇൻട്രസ്റ്റ് വരുന്ന 16%. ഇപ്പോൾ ഞാനിപ്പോൾ 6,357 രൂപക്ക് 36 മാസം EMI ഇട്ട് കഴിഞ്ഞാൽ അതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ വരും. EMI പെർ മന്ത് വരുന്നത് 223 രൂപയാണ്. 36 മാസത്തേക്ക് 16% ഇൻട്രസ്റ്റ്. പ്രോസസ്സിംഗ് ഫീസ് 1% വരും ട്രാൻസാക്ഷൻ എമൗണ്ടിൻ്റെ. മിനിമം കാണും 259 രൂപ വരും. പിന്നെ ഫോർക്ലോഷർ ചാർജ് 4%. പിന്നെ 18% GST. ഇനിയിപ്പോൾ കാലാവധി ഞാൻ 6 മാസം കൊടുത്തു കഴിഞ്ഞാൽ ലോൺ എമൗണ്ട് 6,357. EMI വരുന്നത് ഓരോ മാസം 1,109 രൂപ 48 പൈസയാണ്. ബാക്കി ചാർജും കാര്യങ്ങളൊക്കെ സെയിം ആണ്. ഇപ്പോൾ ഞാൻ കൺഫേം ചെയ്ത് പ്രൊസീഡ് കൊടുത്താലേ ബാക്കി ഡീറ്റെയിൽസ് വരികയുള്ളൂ. അപ്പോൾ ഈ രീതിയിൽ നമ്മൾ ഒരു ട്രാൻസാക്ഷൻ, നമ്മൾ ഓൾറെഡി നടത്തിയ ട്രാൻസാക്ഷൻ വേണമെങ്കിൽ നമുക്ക് EMI ആയിട്ട് കൺവേർട്ട് ചെയ്യാം. പക്ഷേ നോ കോസ്റ്റ് EMI അല്ല. സോ കിവി യൂസർ ആണെങ്കിൽ ഈ പുതുതായിട്ട് വന്ന ഫീച്ചറും കാര്യങ്ങളൊക്കെ ഉപയോഗിക്കുന്നതിന് മുമ്പ് അതുമായി ബന്ധപ്പെട്ട് ഇങ്ങനെ കുറച്ച് ചാർജും കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന് മനസ്സിലാക്കുക. നോ കോസ്റ്റ് EMI കിവിയുടെ കാര്യത്തിൽ കംപ്ലീറ്റ്ലി നോ കോസ്റ്റ് അല്ല. പ്രോസസ്സിംഗ് ഫീസ് വരുന്നുണ്ട്. അതുപോലെ തന്നെ നമുക്ക് ഇൻട്രസ്റ്റ് വേവ് ചെയ്ത് കിട്ടിയാലും നമുക്കതിൻ്റെ GST ഓരോ മാസവും ആഡായിട്ട് വരും. അതുപോലെ തന്നെ ഇൻട്രസ്റ്റ് വേവ് ചെയ്യുന്നതിനും കണ്ടീഷൻ വരുന്നുണ്ട്. അതൊക്കെ നമ്മൾ വീഡിയോയിൽ ഓൾറെഡി കവർ ചെയ്തു. നിങ്ങൾക്കത് മനസ്സിലായെന്ന് കരുതുന്നു. 3 മന്ത് നോ കോസ്റ്റ് EMIയുടെ കാര്യത്തിൽ ബെറ്റർ സ്ലൈസിൻ്റെ ആ ഒരു സൂപ്പർ കാർഡാണ്. സ്ലൈസിൻ്റെ സൂപ്പർ കാർഡാണെങ്കിൽ 3 മാസത്തെ EMI സ്കീമിൽ നമുക്ക് 1 രൂപ പോലും എക്സ്ട്രാ വരുന്നില്ല. നമ്മൾ EMI ഇടുന്ന എമൗണ്ട് എത്രയാണോ ആ ഒരു സെയിം എമൗണ്ട് തന്നെയാണ് റീപേ ചെയ്യേണ്ടതായിട്ട് വരുന്നത്. പ്രോസസ്സിംഗ് ഫീസ് ഇല്ല, ഇൻട്രസ്റ്റ് ഇല്ല. അതുപോലെ തന്നെ ഇൻട്രസ്റ്റിൻ്റെ GSTയോ കാര്യങ്ങളൊന്നും നമുക്ക് ബില്ലിൽ ആഡ് ചെയ്ത് വരികയില്ല. EMI ഇടുന്നത് ഒരു 50,000 രൂപയാണെങ്കിൽ ആ സെയിം 50,000 രൂപ തന്നെയായിരിക്കും 3 മാസം കൊണ്ട് റീപേ ചെയ്യേണ്ടതായിട്ട് വരിക. പക്ഷേ 3 മാസത്തേക്ക് മാത്രമേ നമുക്ക് ഈ ഒരു EMI സ്കീം നമുക്ക് ഈ ഒരു സ്ലൈസ് കാർഡിൽ അവൈലബിൾ ആയിട്ടുള്ളൂ. പക്ഷേ 3 മാസം കൊണ്ട് നിങ്ങൾക്ക് റീപേ ചെയ്യാൻ സാധിക്കുമെന്ന് ഉറപ്പുണ്ടെങ്കിൽ ആ ഒരു ഫീച്ചർ വെർത്താണ്. കാരണം നമുക്ക് നമ്മുടെ കയ്യിൽ ക്യാഷ് ഉണ്ടെങ്കിൽ കൂടി ആ ക്യാഷ് നമുക്ക് വേറെ എന്തെങ്കിലും ഔഷധത്തിനായിട്ട് ഉപയോഗിക്കാം. 3 മാസം നമ്മൾ പർച്ചേസ് ചെയ്യുന്ന എമൗണ്ട് സെയിം എമൗണ്ട് തന്നെ റീപേ ചെയ്താൽ മതിയാകും. ഈ ഒരു വീഡിയോ ഇഷ്ടമാണെന്ന് കരുതുന്നു. മറ്റൊരു വീഡിയോയിൽ മറ്റൊരു ടോപ്പിക്കുമായി കണ്ടുമുട്ടാമെന്ന പ്രതീക്ഷയോടുകൂടി